അയ്യപ്പസന്നിധിയിൽ ഇന്ന് 12 വിളക്കാണ്. ദർശന സുഹൃതം തേടി മലയാളികൾ ഏറെ എത്തുന്നത് 12 വിളക്കിന് ശേഷമാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഏറും. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, ശബരിമലയിൽ തിരക്ക് കൂടുകയാണ്. പ്രത്യേകിച്ച് ഈ 12 വിളക്കിന് ശേഷം ഈ ഒരു തിരക്ക് ഇതിലും കൂടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മഴ കൂടി പെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. എന്തൊക്കെയാണ് ശബരിമല വിശേഷങ്ങൾ? തീർച്ചയായും രാവിലെ മുതൽ ചെറിയ രീതിയിലുള്ള മഴ സന്നിധാനത്തുണ്ടെങ്കിലും അത് തിരക്കിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്ന് സ്വപ്ന സൂചിപ്പിച്ചത് തന്നെ 12 വിളക്കാണ്. അതിനാൽ തന്നെ മലയാളികൾ കൂടുതലായി എത്തുന്ന ഒരു ദിനം കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തന് തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാവിലെ മുതൽ ഇതുവരെ 20,000-ന് മുകളിൽ ഭക്തർ ഇപ്പോൾ സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മുടങ്ങുന്ന സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിലും കൂടുതൽ ഭക്തന് തിരക്ക് ഏറുവാനുള്ള സാധ്യതയാണുള്ളത്. മഴയുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്ക് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ 75,000-ന് മുകളിൽ ഭക്തജനങ്ങളാണ് ഇന്നലെ മാത്രം സന്നിധാനത്ത് എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് തത്സമയ ബുക്കിങ്ങിന് കൃത്യമായി ഭക്തജനങ്ങൾ വിനിയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. 13,000-നടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ മാത്രം തത്സമയ ബുക്കിങ്ങിലൂടെ സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മുടങ്ങുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വെർച്വൽ ബുക്കിങ്ങിൽ അതുപോലെ തന്നെ ഈ തത്സമയ ബുക്കിംഗ് എല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഈ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെല്ലാം ഒരു ആശങ്കയായി നിൽക്കുമ്പോൾ പോലും അതിന് ഹൈക്കോടതി ഇടപെടുന്ന സാഹചര്യമുള്ളപ്പോൾ പോലും വളരെ കൃത്യമായ ഒരു ഇടപെടൽ പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടാകുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എത്തുന്ന ഭക്തർക്ക് വളരെ സമാധാനത്തോടുകൂടി തന്നെ ദർശനം കഴിഞ്ഞ് അയ്യപ്പനെ തൊഴുതു മടങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ സന്നിധാനത്തുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിലേക്ക് വലിയൊരു തിരക്കേറുമ്പോൾ പോലും വളരെ സമാധാനപരമായി വലിയ ആൾത്തിരക്കില്ലാതെ വലിയ തിക്കും തിരക്കും കൂട്ടാതെ ഭക്തജനങ്ങൾക്ക് സമാധാനപൂർണ്ണമായി ദർശനം കഴിഞ്ഞ് മടങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സന്നിധാനം മാറുന്നത്. ഏതായാലും തീർച്ചയായും ഒരു സമാധാനപൂർണ്ണമായ ഐശ്വര്യപൂർണ്ണമായ ഒരു മണ്ഡലകാലമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.